കണ്ണൂർ മാങ്ങാട്ടിടം വട്ടിപ്പുറത്ത് ക്വാറിയിലേക്ക് മണ്ണിടിഞ്ഞ് വൻ നാശനഷ്ടം. ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും തകർന്നു. 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്കാണ്. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വട്ടിപ്പുറത്താണ് പുലർച്ചെ 5:30 നാടിനെ നടുക്കിയ അപകടം. വർഷങ്ങളായി ഖനനം നടക്കാത്ത 60 അടി ആഴമുള്ള വെള്ളം നിറഞ്ഞ ക്വാറിയിലേക്ക് 3 ഭാഗത്തു നിന്നും വൻ മണ്ണിടിച്ചിൽ. കല്ലും മണ്ണും വൻമരങ്ങളും പതിച്ച ആഘാതത്തിൽ ക്വാറിയിലെ കല്ലും വെള്ളവും തിരമാല കണക്കെ ഉയർന്നു പൊങ്ങി കുത്തിയൊലിച്ചു. സമീപത്തെ മാവുള്ളകണ്ടി ബാബുവിന്റെ വീട് പൂർണ്ണമായും, നീലാഞ്ചനത്തിൽ പി പ്രണീതിന്റെ വീടിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സിയും സ്കൂട്ടറും തകർന്നു. ഇത് ഭയങ്കരം എന്ന് പറഞ്ഞാൽ അവൻ ഒരു മരത്തിന്റെ ഒരു തെങ്ങിന്റെ ഐറ്റിലേക്ക് കൂടി പോയിട്ടാണ് ബാക്കിയില്ല അപ്പുറത്തെ തെങ്ങെല്ലാം മുറിച്ച് തെങ്ങെല്ലാം മുറിച്ചിട്ടാണ് പോയത്. വിലാവ് തെങ്ങ് 4 പൊക്കാൻ പറ്റാതെ വെയിറ്റിലെ കല്ലാന്ന് കോൺക്രീറ്റിന്റെ 1ാം നിലയുടെ മുകളിൽ കോൺക്രീറ്റിന്റെ മുകളിൽ വീണിട്ട് അത് പൊട്ടിയത്, സ്ലേബ് പൊട്ടിയത് പോയി. ഒരു വണ്ടിയുണ്ട്, ഓട്ടോ ടാക്സിയാണ്. ഈ വണ്ടിയും കംപ്ലീറ്റ് പോയിന്. വണ്ടിയിൽ കല്ലിപ്പോൾ ഉണ്ട്, വണ്ടി വീണിട്ട് കല്ല് ഉള്ളിൽ പോയി, വണ്ടിയുടെ ഉള്ളിലാണ് കല്ല് വന്ന് വീണത്. അപകടത്തിൽ പരിക്കേറ്റ മാവുള്ളകണ്ടിയിൽ ലീലയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പ്രണീതും കുടുംബവും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. മണ്ണിടിച്ചിലിന് മരത്തിനെക്കാട്ടും പൊന്തിയിട്ടാ പോയെ. ഈ തെങ്ങുകൾ ഫുള്ളും പൊട്ടി വീണു. ഇതിൻ്റെ താഴെയുള്ള വീട്ടിലേക്കെല്ലാം വലിയ കരിങ്കൽ ചെടികൾ പോയി. അവിടെയും ഇവൻ്റെ ഭാര്യ ലീലക്ക് വീട്ടിൻ്റെ അവരെ പരിഹാരത്തേക്ക് പോയിട്ടുണ്ട്. പ്രവർത്തനം നിർത്തിയ നിരവധി ക്വാറികൾ നിലനിൽക്കുന്ന പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ക്വാറിയിൽ നിന്നും വലിയ കല്ലുകളും ചെളിയും വെള്ളവുമെല്ലാം കുത്തിയൊഴിച്ച് പതിച്ചത്. ഒരു തെങ്ങിന്റെ ഉയരത്തിൽ വെള്ളം പതിച്ചുവെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ആളപായമില്ല എന്നതു മാത്രമാണ് ആശ്വാസം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഉർവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.